കൊല്ലത്ത് നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. അതിനിടെ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിൽ തീരമേഖലയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. പലയിടങ്ങളിലും ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ട്. വാടിയിൽ, മൂതാക്കര ഹാർബറുകളിൽ, കളക്ടറേറ്റിന് മുന്നിൽ ഒക്കെയാണ് പ്രതിഷേധം. കളക്ടറേറ്റിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐയും പ്രതിഷേധ മാർച്ച് നടത്തും. എ വി ജയശങ്കർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ജയശങ്കർ, തെരച്ചിൽ തുടരുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും തെരച്ചിൽ തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഈ കാര്യക്ഷമമല്ല തെരച്ചിലെന്ന കുടുംബത്തിന് പരാതിയുണ്ടായിരുന്നു. ഡോക്ടർ അരുൺ, ഈ അമ്മ രേഷ്മ ഇന്നലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. നമ്മളത് വാർത്തയാക്കി. എന്തായാലും പിന്നാലെ സിസ്റ്റം ഉണർന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലുകളൊക്കെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഈ കോസ്റ്റൽ ഗാർഡും ഒപ്പം തന്നെ മറ്റ് കോസ്റ്റൽ പോലീസും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആകാശത്തിൽ നിലവിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഡ്രോൺ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ പാറയുടെ ഇടയിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഡ്രോൺ വെച്ചുള്ള ഒരു പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാറയുടെ ഇടയിലേക്കൊക്കെ ഡ്രോൺ ഇട്ടുകൊണ്ടാണ് അത്തരമൊരു പരിശോധന നിലവിൽ നടത്തുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഗൗതമിനെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വലിയ നിരാശ നൽകുന്ന കാര്യം. അതിനിടയിൽ ജില്ലാ കളക്ടർ 8 മണിയോടുകൂടി ഈ വീട്ടിൽ എത്തി കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ട്. കുടുംബത്തിന് കേൾക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ജില്ലാ കളക്ടർ കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതീവ രഹസ്യമായാണ് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയത്. രേഷ്മയുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ രേഷ്മ തങ്ങളുടെ ആവശ്യങ്ങൾ, കുറച്ചുകൂടി ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ബോട്ടുകളിലൊക്കെ തന്നെ പരിശോധനയ്ക്ക് കോസ്റ്റൽ പോലീസ് പോകുന്ന ഘട്ടത്തിൽ തങ്ങളുടെ കൂടുതൽ ആളുകളെ ഒപ്പം കൊണ്ടുപോകണമെന്നൊരാവശ്യം രേഷ്മ ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കളക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നെന്തായാലും സിസ്റ്റം ഉണർന്നിട്ടുണ്ട്. കൃത്യമായ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴും ഗൗതത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇനി 3 പേരാണ് നമുക്ക് കാണാനുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന്, അഞ്ചുതെങ്ങിൽ നിന്ന്, നീണ്ടകരയിൽ നിന്ന് പോയ 3 പേരെയാണ് കാണാനുള്ളത്. ഇപ്പോൾ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ കൂടി നടത്തുകയാണ് നീണ്ടകരയിൽ.